ഓക്കെ, അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് പാസ്റ്റ് സിമ്പിൾ ടെൻസിനെ കുറിച്ചാണ്. ഇനി ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പൊ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞു പോയ ഒരു കാര്യത്തെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടെൻസ് യൂസ് ചെയ്തത്. ഇതിന്റെ റൂൾ എങ്ങനെയാണ് വരുന്നത് എന്ന് വെച്ചാൽ സബ്ജക്ട് പ്ലസ് വാസ് ഓർ വേർ പ്ലസ് വേർബ് പ്ലസ് ing ഫോം ആണ് വരുന്നത്. നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഡിസ്കസ് ചെയ്തായിരുന്നു അല്ലെ, അതിന്റെ ഒരു സെയിം ഫോർമാറ്റ് ആണ് ഇവിടെയും വരുന്നത്. നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യുമ്പോൾ ഇസ് ഓർ ആർ ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. പക്ഷെ അതിന് പകരം ഇത് പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ട് നമ്മൾ വാസ് ഓർ വേർ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. പിന്നെ ഇവിടെയും അതുപോലെ തന്നെ ing ഫോം വരുന്നുണ്ട്. അപ്പൊ ഇതാണ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ ഒരു റൂൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കിയാലോ. ഒരു എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ I was watching a movie yesterday. I was watching a movie yesterday. Okay, ഇതൊരു എക്സാമ്പിൾ ആയിട്ട് പറയാം. വേറെ എക്സാമ്പിൾ പറയാൻ പറ്റിയത് they were playing football. Okay, they were playing football. ഓക്കെ, ഇല്ലെങ്കിൽ വി വേർ ഗോയിങ് ഔട്ട്. ഇതൊക്കെ ഈ വാസ് ഓർ വേർ വരുമ്പോൾ പിന്നെ അതിന്റെ കൂടെ ing ഫോം. അപ്പൊ വാസ് എപ്പോഴായിരിക്കും വരുന്നത്? ഐ വാസ് ഗോയിങ് ഔട്ട്. ഐ വരുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ ഐ, ഹി ഓർ ഷീ ഒക്കെ വരുമ്പോഴായിരിക്കും വാസ് വരുന്നത്. കണ്ടോ, ഐ വാസ്. ഓക്കെ, അപ്പോ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം.